ലക്ഷ്യം ജോലിയാണോ? എങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ജിടെക്കിൽ തന്നെയുള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ? വേഗം തിരുവല്ലാമല ജിടെക്കിൽ ചെയ്തല്ലേ. വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ. തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ഉദ്ഘാടനം ആലത്തൂർ MP രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം തോന്നൂർക്കര ലാബ് ഉദ്ഘാടനം ശനിയാഴ്ച നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ആലത്തൂർ MP രാധാകൃഷ്ണൻ നിർവഹിച്ചു. അതിൽ പെശക സംഭവിച്ചാൽ അത് രോഗിയെ ബാധിക്കും അല്ലേ. അപ്പം നമ്മുടെ ലാബുകളിലെ കൃത്യത പരിശോധിക്കുക എന്നുള്ളത് ഇടയ്ക്കൊന്നും നിങ്ങളും ചെക്ക് ചെയ്യണം. അല്ല, ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയല്ല. നമ്മൾ കൈപ്പശക എല്ലാവർക്കും വരും, പെശക എല്ലാവർക്കും സംഭവിക്കുന്നു. പക്ഷേ പരമാവധി അടുത്ത ദിവസം ഒരു കുട്ടിയുടെ അല്ലേ വൺസ് പോളിയോ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടി മരിക്കുന്ന സ്ഥിതി. അപ്പം കൈപ്പശകൊക്കെ എല്ലാ കാലത്തും സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ കുറേ കൂടി ഉത്തരവാദിത്വബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ലാബുകളിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടത്. അത് മാത്രമാണ് ഇപ്പോൾ പറയുന്നുള്ളൂ. ഇനിയൊരു ദിവസം കൂടി ഇപ്പോൾ നമുക്ക് കൂടേണ്ടി വരും. പണ്ടാരോ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ 2 കോടി രൂപ നേരത്തെ നമ്മൾ അനുവദിച്ചിരുന്നു. അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കുറേയധികം തടസ്സമുണ്ടായിരുന്നു. എല്ലാ സാങ്കേതിക തടസ്സവും തീർന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് പരിശോധന വീണ്ടും നടത്തേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ടെൻഡർ കഴിഞ്ഞു, അതിൻ്റെ എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞു, കോൺട്രാക്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 കോടി രൂപയുടെ ഒരു ആശുപത്രി കെട്ടിടത്തിൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ തന്നെ നമുക്കിവിടെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷത വഹിച്ചു. പോകുന്നത് നമുക്കറിയാം. നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് ലാബിൻ്റെ ആവശ്യങ്ങൾക്കായി നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ചേലക്കരയ്ക്ക് ഒക്കെയാണ് നമ്മൾ പോയിരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഒരു ലാബിൻ്റെ പ്രവർത്തനം വന്നപ്പോൾ നമുക്കത് കുറച്ച് സൗകര്യമായി. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലും ഇതിൻ്റെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ചില കാരണങ്ങളാൽ നമുക്ക് നമ്മുടെ ലാബിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് തുടങ്ങാൻ വൈകിയെങ്കിലും തീർച്ചയായിട്ടും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമാകുന്ന ഒന്നാണ് ഇന്നിവിടെ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾക്ക് നൽകുന്നുണ്ട്. മറ്റുള്ള ഫണ്ടുകളൊക്കെ നമ്മൾക്ക് വൈകിയാലും ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ ഒരു കാര്യത്തിനും നമുക്ക് ഫണ്ടിൻ്റെ കാര്യത്തിന് നമ്മൾക്ക് ബുദ്ധിമുട്ട് വരാറില്ല. അതുപോലെ തന്നെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഓരോ വർഷവും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ആശുപത്രിയിലേക്ക് വേണ്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും പഞ്ചായത്ത് നമ്മുടെ കൂടെ തന്നെ ഈ ഒരു നമ്മുടെ ഫെസിലിറ്റിയുടെ കാര്യത്തിന് അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ടുണ്ട്. കഴിഞ്ഞ 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്നെ നമ്മൾ ഒരുപാട് പദ്ധതികൾ, അതെല്ലാം നമ്മൾ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. കാരണം ഈ വർഷം ചെയ്തു, അടുത്ത വർഷത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇപ്പം പറ്റാതെ നമുക്ക് മാറ്റിവെക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ആരോഗ്യ പ്രവർത്തനം എന്നുള്ളത് ഒരു തുടർ നടപടികളിൽ വിവിധ ആളുകൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ടീച്ചർ, വൈസ് പ്രസിഡന്റ് ഷെലീൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, വാർഡ് മെമ്പർമാരായ VK നിർമ്മല, സുജാത അജയൻ, പ്ലാഴി ശശിധരൻ, VK ഗോപി, ഹെൽത്ത് ഇൻസ്പെക്ടർ വിൻസെന്റ്, DMP പ്രതിനിധി ശ്രീജിത്ത്, DMO ഡോക്ടർ സന്തോഷ്, മറ്റ് ജീവനക്കാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഏറെക്കാലത്തെ ജനങ്ങളുടെ ആവശ്യമായിരുന്ന തോന്നൂർക്കര ആശുപത്രിയിൽ ലാബ് സൗകര്യങ്ങൾ ഇതോടുകൂടി ഇനി ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകും. CCV ന്യൂസ്, ചേലക്കര.